hold on tonight. I'll follow you into the moonlight. Fear that makes me strong, I believe. To last the endless storm, and then to live to see the sunlight. Persistence to prevail, I believe. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആഹാരം ഞങ്ങളോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര, അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ദീപത്തിനെയും മഞ്ജുവിനെയും ഞങ്ങൾക്ക് നൽകിയതിലും വിവാഹബന്ധത്തിലേക്ക് ഉയർത്തിയതിനും അങ്ങ് പ്രദർശിപ്പിച്ച കാരുണ്യാതിരേകത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഇവരുടെ ദാമ്പത്യ ജീവിതം മധുരതരവും ക്ലേശരഹിതവുമാക്കി ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലത്തിന്റെയും നാഥായിലേക്കും. ഭർത്താക്കൻ എന്റെ സഹോദരന്റെയും വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായന. ഭർത്താക്കന്മാരെ, സ്ത്രീകൾ ബലഹീന പാത്രങ്ങളാണെന്ന് കരുതിക്കൊണ്ട് വിവേകപൂർവ്വം നിങ്ങളുടെ ഭാര്യമാരോട് കൂടി വസിക്കുവൻ. അവർ ജീവന്റെ കൃപയ്ക്ക് നിങ്ങളുടെ കൂട്ടവകാശികളാണെന്ന് കരുതിക്കൊണ്ട് അവരെ ബഹുമാനിക്കുവൻ. ഇത് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വിഘ്നം വരാതിരിക്കുവാൻ വേണ്ടിയാകുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. No turning back, ain't no regrets in this lifetime. To chase the fire along, I believe. To last the endless storm, and then to live to see the sunlight. Persistence to prevail, I believe. ബന്ധുക്കളും ഗുണമുടയ അറിവുള്ളോരും അപ്പനോട് അമ്മാവന്മാർ അയലാരും ബന്ധുക്കളും ധനത്തെയൊത്ത് വേഗമുടെ തൻ പിതാക്കൾ. A very warm welcome everybody to the Madhuram Veppu ceremony of Anju and Deepak. നമുക്ക് എല്ലാവർക്കും ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദീപകിൻ്റെ മധുരം വെപ്പ് ചടങ്ങ് നമ്മളിവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ദീപകിൻ്റെ സ്വന്തം അഞ്ജു നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കുടുംബത്തോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദ്യമേ തന്നെ നമുക്ക് എല്ലാവർക്കും നല്ലൊരു കയ്യടി കൊടുത്ത് നമ്മുടെ അഞ്ജുവിനെ നമ്മുടെ ആലിക്കൽ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യാം.
മധുരം വെപ്പ് ചടങ്ങിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മധുരഭോജ്യത്തിന്റെ ആശീർവാദം. കാനായിലെ വിവാഹ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റിക്കൊണ്ട് ദമ്പതികളോടുള്ള സ്നേഹം പ്രകടമാക്കിയ കാരുണ്യവാനായ കർത്താവെ, വിവാഹത്തിനൊരുക്കമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട ദീപക്ക് അനുഭവിക്കാൻ പോകുന്ന ഈ മധുരഭോജ്യത്തെ ദയാപൂർവം ആശീർവദിക്കണമേ. ഈ ഭോജ്യവസ്തു പകരുന്ന മാധുര്യം പോലെ ഇവരുടെ കുടുംബജീവിതം എന്നും മാധുര്യപൂർണമായി ഭവിക്കട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. നമ്മുടെ ചെറുക്കന് മധുരം വെക്കാനായി ദീപകിൻ്റെ തലതൊട്ടപ്പനെയും തലതൊട്ടമ്മയെയും ഒത്തിരി സ്നേഹത്തോടെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദീപകിൻ്റെ സ്വന്തം വല്യപ്പച്ചൻ മിസ്റ്റർ AD ജോസ്, അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ വല്യമ്മച്ചി മിസ്സസ് മേരി ജോസിനെയും ഒത്തിരി സ്നേഹത്തോടെ നിറഞ്ഞ കയ്യടികളോടെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരോടും ചോദിക്കുന്നു, ചെറുക്കന് മധുരം കൊടുക്കട്ടെ. എന്നാലും ഒന്ന് പറ, കൊടുക്കട്ടെ. ഇനി ഞാൻ ചോദിക്കില്ല കേട്ടോ, ചെറുക്കന് മധുരം കൊടുക്കട്ടെ. కొంచెం కూడా స్లోలీ పోగామో ക്ലാസ് ചില്ലിങ് കാണവല്ലേ ഡ്രോപ്പ് ചെയ്താൽ ഒടയില്ലേ നെഞ്ച നീ സ്ലോലി പോകാമോ మేత మొత్తం పాడరణ పని పోలే పగరుం డిసీస్ ప్రేమం అప్పో ചൊല്ലിലേ ഓ കാക്ക കൊത്തും കരളിന്റെ നടുക്കുഞ്ഞ പടക്കുമ്പോ പാട്ട് വെക്കാൻ DJ ചൊല്ലില്ലേ നിന്നെ കരച്ചിലൊക്കെ പിന്നെ മനസ്സിലെ മൂക്കുറ്റി പടക്കങ്ങൾ അമരണനേ For കല്യാണം is a beautiful day. ചോദ്യം പിന്നെന്തുണ്ടേ പുറയാകെ മൂടുന്നുണ്ടേ മേളം ജന്നെ ജനിക്ക ജന്നെ അന്നൊരു നാളിൽ മിന്നണരാവിൽ കന്നാലിക്കൂട്ടിലൊരുണ്ണി പിറന്നേ. മഞ്ഞണിപ്പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിന്റെ നായകനുണ്ണി പിറന്നേ.
സമയമാണ്. എല്ലാവർക്കും നല്ലൊരു കൈയ്യടി കൊടുത്ത് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അഞ്ജുവിനെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. ചേർന്ന് കൂടുമ്പം ഇവർ തമ്മിൽ എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിയാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും വേണ്ടി അടുത്തതായിട്ട് ചെറിയൊരു ടാസ്ക് ആണ് ഇവരെ കാത്തിരിക്കുന്നത്. ഒലിവിയയെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇനി ഒരു ഫൺ റൗണ്ടാണ് രണ്ടുപേർക്കും. ബേസിക്കലി ഇവർ നമ്മളെ കമ്പാറ്റബിലിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്. എന്തോരുണ്ടെന്നൊക്കെ അറിയണമല്ലോ കെട്ടാൻ പോലെ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ നമ്പറുകൾ പറയണം. ആദ്യം ദീപു ചേട്ടൻ. Nine 846 12411. നീ എന്നെയാ എൻ്റെ നമ്പറാണോ? ഓക്കെ, 9400465163. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടുപേരുടെയും ഫേവറേറ്റ് ഡിഷ് എന്താ? ദീപു എന്തും കഴിക്കും. ഫേവറേറ്റ് ആയിട്ടൊന്നുമില്ല, എന്ത് കിട്ടിയാലും കഴിക്കും ദീപു. ഇവള് അഞ്ചു കഴിക്കണത് ബിരിയാണിയാണോ അൽഫാം? ഫേവറേറ്റ് ഫുഡാണോ അത്? ആണോ? ഉറപ്പല്ലേ ചേച്ചി? ഫേവറേറ്റ് ട്രാവൽ ഡെസ്റ്റിനേഷൻ രണ്ടുപേർക്കും ഒരു കുറെ സ്ഥലങ്ങൾ പറഞ്ഞിട്ടായിരുന്നു. സിംഗപ്പൂര്, മലേഷ്യ, ദുബായ്. ഉള്ളതാണോ? ഇന്റർനാഷണൽ ആണ് ഫുൾ. അഞ്ജുവിന്റെ ഫേവറേറ്റ് യൂറോപ്യൻ കൺട്രീസ് ആണ്. ഏതൊക്കെ? അതായത് എടുത്തു പറയണം. അത്രേ ഉള്ളൂ. അരമാർക്ക് അത്രേ ഉള്ളൂ. ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടുപേരുടെയും ഹോബീസ്. ഒരു 3 ഹോബീസ് എങ്കിലും മിനിമം പറയണം രണ്ടുപേരുടെയും. വെറുതെ ഇരുന്ന് ടി വി കാണാൻ, ഒരെണ്ണം കൂടെ പാട്ടൊക്കെ കേൾക്കും. അതൊക്കെ ഹോബീസിൽ കൂട്ടാൻ വേണമെങ്കിൽ. അതുപോലെ തന്നെ വെറുതെ ഇരുന്ന് ടി വി കാണാം, കണ്ട സിനിമ തന്നെ കണ്ടുകൊണ്ടിരിക്കുക, അത് കണ്ട് ഉറങ്ങി പോവാം. ഇതൊക്കെ തന്നെയാണ് ഹോബീസ്. അടുത്തത്, രണ്ടുപേരിലും ഉള്ളൊരു ക്വാളിറ്റി. സെന്റൻസ് അഞ്ജു ഈസ് എ വെരി ബ്യൂട്ടിഫുൾ ഗേൾ, അഞ്ജു ഈസ് വെരി ലവിംഗ് ഗേൾ, അഞ്ജു ഈസ് വെരി സപ്പോർട്ടിംഗ് ഗേൾ. അല്ല, ദീപുവിന് ഒത്തിരി ചെറിയ ചെറിയ ക്വാളിറ്റീസ് ഉണ്ട്. ഫസ്റ്റ് കാണുമ്പോൾ നമുക്കിതൊന്നും അറിയില്ലായിരുന്നു. ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ വീട് പോയി. പിന്നെ അത് കഴിഞ്ഞ് അടുത്തറിഞ്ഞപ്പോ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ക്വാളിറ്റീസ്, ലൈക്ക് എല്ലാവരോടും സിൻസിയർ ആവുമ്പോൾ തോന്നിയിട്ടുണ്ട് എനിക്ക്. ഫ്രണ്ട്സിനോടായാലും ഫാമിലിയോടായാലും തോന്നലായിരിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ആരാണ് കൂടുതൽ കലിപ്പ്, കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ്? അത് ആർക്കും വേണമെങ്കിലും ആദ്യം പറയാം. കലിപ്പ് ദീപു സ്വന്തമായിട്ട് പറയാതെ ദീപുന് ഭയങ്കര ദേഷ്യമാണ്. എൻ്റെ അടുത്ത് ഇതുവരെ ദേഷ്യപ്പെടാത്ത കാരണം എനിക്കത് പറയാൻ പറ്റില്ല. ഇവിടെ എന്താണ് അഭിപ്രായം? അണ്ടർസ്റ്റാൻഡിങ് അഞ്ജുവായിട്ടായിരിക്കും തോന്നിയത്. കളിക്കും ഞാൻ തന്നെയാണ്. ആരാണ് കൂടുതൽ സോഷ്യൽ മീഡിയ പേഴ്സണാലിറ്റി? ക്വസ്റ്റ്യൻ പോലെ തീർത്തില്ല അപ്പോഴേക്കും. ഓക്കെ, പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആരാണ് കൂടുതൽ റൊമാൻറ്റിക്? അഞ്ജു. അതും ഹെസിറ്റേറ്റ് ചെയ്തില്ല. ഞങ്ങൾ രണ്ടുപേരും റൊമാൻറ്റിക് അല്ല, കമ്പാരിറ്റീവ് ഞാനായിരിക്കും ചിലപ്പോൾ. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നിക് നെയിം കൊടുക്കണമെങ്കിൽ അത് എന്തായിരിക്കും? ഇപ്പൊ ചേട്ടൻ ചേച്ചീനെ എന്താ വിളിക്കുക, ചേച്ചി ചേട്ടനെ എന്താ വിളിക്കുക? ഞാനിങ്ങനെ സ്നേഹം വരുമ്പോ കുഞ്ചു എന്ന് വിളിക്കും. ചേച്ചിയാ? ഞാൻ സ്നേഹം കൂടുമ്പോൾ അങ്ങനെയൊന്നും വിളിക്കാറില്ല. ദേഷ്യം വരുമ്പോഴാണ് അങ്ങനെയൊക്കെ വിളിക്കാറുള്ളൂ. പിന്നെ കളിയാക്കി ഇങ്ങനെ ഇടയ്ക്ക് സിഗ്മ അങ്ങനെ അതിനെ കളിയൊക്കെ വിളിക്കാറുണ്ട്. ഇടയ്ക്ക് എൻ്റെ അടുത്ത് ജാടി ഇടുമ്പോൾ ഞാൻ അങ്ങനെ കളിയൊക്കെ വിളിക്കാറുണ്ട്. ആരാ ജയിച്ചെന്ന് തോന്നണേ എല്ലാവർക്കും? ആരാ ജയിച്ച? നമുക്ക് അഞ്ജുവിനെയും ദീപകിനെയും ഈ അവസരം കൂടുതൽ സ്പെഷ്യലാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് നമ്മുടെ വികാരിയച്ഛനും മുൻ വികാരിയച്ഛനുമാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, വളരെ അവിചാരിതമായിട്ടാണ് ഞാനിവിടെ വന്ന് നമ്മുടെ പള്ളിയിൽ അന്തോണീസ് പുണ്യാളൻ്റെ പെരുന്നാളും കൂട്ടുസദ്യയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഇന്നത്തെ ഈ ആഘോഷങ്ങളിലേക്ക് ക്ഷണിച്ചിരുന്നു. അപ്പോൾ ഏതായാലും എനിക്കിവിടെ വരാൻ പറ്റിയതിന് എൻ്റെ പഴയ കാലടിക്കാരെയും അഞ്ചോൻ്റെ കുടുംബാംഗങ്ങളെയൊക്കെ കാണാൻ സാധിച്ചത് സന്തോഷം. വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്ന രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും ഏറ്റവും സ്നേഹത്തോടെ നേരുന്നതോടൊപ്പം തന്നെ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട്
അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇലിക്കനച്ചൻ മറ്റ് ആശംസകൾ പറയും. ഞാൻ എന്നെ വെയിറ്റ് ചെയ്യുന്ന ഒരാളോട് നിൽപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു സഹകരണം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഉള്ളവരെ ഞാനും ഈ കൂട്ടത്തിലൊരു ആശംസ നേർന്ന് ഞാനിപ്പോൾ ഇതൊക്കെ പോകാം. അവിടെ നേർസത്യ പുരോഗമിക്കുകയാണ്. ഒത്തിരി സന്തോഷം അഭിമാനമുണ്ട്. കാരണം മാലിക്ക കുടുംബം നേരത്തെ മുതൽ പരിചിതമാണ്. പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട മുൻ വികാരിയച്ഛൻ്റെ ഇടവക കൂടിയാണ്. ഒപ്പം അച്ഛൻ്റെ തറവാട്ട് വീടാണ്. അങ്ങനെയാണ് കുടുംബത്തോടുള്ള എൻ്റെ കുറേ കൂടി വൈകാരികമായൊരടുപ്പം. ജെയിംസ് മാലിക്കച്ചൻ എൻ്റെ മുൻ വികാരിയച്ഛനാണ്. അച്ഛനെന്ന് വന്നിട്ടില്ല, ആരോഗ്യകരമായ കാരണം. അച്ഛൻ നാളെ മുതൽ ഇവിടെ ഉണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇടവകയിൽ വന്നപ്പോൾ ആദ്യം പരിചയപ്പെട്ട കുടുംബങ്ങളിൽ ഒന്നും ഇത് തന്നെയാണ്. ആദ്യം സന്ദർശിച്ച ഭവനങ്ങളിൽ ഒന്നും ഇത് തന്നെയാണ്. അപ്പോൾ ദീപക്കിനും അഞ്ജുവിനും നല്ല ഒരു ജീവിതം, കുടുംബജീവിതം, ഏറ്റവും മനോഹരമായ ഒരു ജീവിതം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിങ്ങളെടുക്കുന്ന ഈ തീരുമാനത്തിൽ എന്നും ഉറച്ചു നിൽക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി എല്ലാവരും പേരിൽ എല്ലാ അനുഗ്രഹവും ആയുസ്സും ആരോഗ്യവും സ്നേഹവും സന്തോഷവും ഒക്കെ നേരുകയാണ്. നല്ലൊരു കൈയടി കൊടുക്കാം. താങ്ക് യു. ഞങ്ങളുടെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ ദിവസം ഇവിടെ എത്തിച്ചേർന്ന് ഞങ്ങൾക്ക് വേണ്ടി ആശംസയും അതോടൊപ്പം ദീപക്കിനും അഞ്ജുവിനും വേണ്ടി പ്രത്യേകമായ പ്രാർത്ഥനയും അർപ്പിച്ച 2 അച്ഛന്മാരെയും ഒത്തിരി സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം ദീപക്കിനെ ഒത്തിരി ഫ്രണ്ട്സ് ഉള്ളതായിട്ട് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. അവർക്ക് ആർക്കും സ്റ്റേജിൽ വന്ന് മധുരം നൽകാനുള്ള അവസരം കിട്ടിയിരുന്നില്ല. എല്ലാവരെയും, ദീപക്കിൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും ഒരുമിച്ച് സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദീപക്കിന് മധുരം നൽകാൻ, അതോടൊപ്പം ദീപക്കിൻ്റെയും അഞ്ജുവിൻ്റെയും കൂടെ ഫോട്ടോ എടുക്കാനും അവസരമുണ്ടാകുന്നതാണ്. ഇതിനുശേഷം ഉടനടി ഞങ്ങൾ കസിൻസും കൂട്ടുകാരും ഒക്കെ കൂടി ചെറിയൊരു കലാപരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതുണ്ടാവുന്നതാണ്. ചന്ദ്രന്റെ സ്വന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്ന് തന്നില്ലേ കണ്ണില്ലേ. ചന്ദ്രന്റെ സ്വന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്ന് തന്നില്ലേ കണ്ണില്ലേ.
JB on the mix. എന്ത് ചെയ്യാൻ പെണ്ണുങ്ങളുടെ ഭരണമായി പോയി അത് ഈ തലമുറയുടെ ശാപമാണ് എന്നൊന്നും പറയണ്ട. അതിലെന്താ എത്ര ശാപമുള്ളത്? ഭരിക്കേണ്ടടുത്ത് പെണ്ണുങ്ങൾ തന്നെ ഭരിക്കണം. നാട്ടുകാർ കണ്ടു തൊഴും നവരത്ന ദീപമായി വീട്ടിൽ വിളങ്ങണമെൻ കേട്ടത്തിയമ്മ. നാട്ടുകാർ കണ്ടു തൊഴും നവരത്ന ദീപമായി വീട്ടിൽ വിളങ്ങണമെൻ കേട്ടത്തിയമ്മ. കേട്ടത്തിയമ്മ എന്റെ കേട്ടത്തിയമ്മ. വീട്ടിൽ വളർത്തുകാൽ വയ്ക്കുന്ന നാൾ തൊട്ടേ കൂട്ടത്തിൽ കൂടിയിരിക്കണം. വീട്ടിൽ വളർത്തുകാൽ വയ്ക്കുന്ന നാൾ തൊട്ടേ കൂട്ടത്തിൽ കൂടിയിരിക്കണം. കാലത്തും നേരത്തും ഉണ്ണാത്ത ചേട്ടനെ കാലിലടി വെട്ടി തള്ളണം. കാലത്തും നേരത്തും ഉണ്ണാത്ത ചേട്ടനെ കാലിലടി വെട്ടി തള്ളണം. കേട്ടോ കേട്ടത്തിയമ്മ എന്റെ കേട്ടത്തിയമ്മ. इश्क जैसे है एक आंधी, इश्क है एक तूफान, इश्क के आगे बेबस है दुनिया में हर इंसान. इश्क में सब दीवाने हैं, इश्क में सब हैरान, इश्क में सब कुछ मुश्किल है, इश्क में सब आसान. इस प्रकार ये नजारे ये दीवाने ये परवाने हैं इश्क में जैसे മോനെ രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും.
ജന്മം തേടി നടന്നു ഒന്ന് കാണാൻ ഓടിയളഞ്ഞു നീ വിളിച്ചാൽ നിങ്ങൾ കനലായി ഞാൻ കേൾക്കും നീ എഴുതി കനവായി നീ മഴവിൽ കസവായി മണ്ണിലൊരു നാൾ കള്ളൻ മറുനാൾ മന്നൻ മനം പോലെ മധുരം മധുരം മധുരിത മധുരം മലവേ മലവേ മധുരിത മധുരം നക്കറമ്പിൽ ചെങ്കില തൂക്കും ഉപ്പുലത്തെ താളമൊഴിക്കും ദീനമൊക്കായി കഥകൾ തുറക്കും കാലം വരവേക്കും പവിഴമലർ പെൺകൊടി കനകനില കൺമണി പവിഴമലർ പെൺകൊടി കനകനില കൺമണി താലി ചാർത്തി നീക്കുമെന്റെ വിണ്ണഴകിൻ ദേവതേ അഗ്നിസാക്ഷിയായി നിൻ ആത്മകളം വിടരവേ നാണമാർന്നതെന്തിനെന്ന് പറയൂ പറയൂ നക്ഷത്ര പക്ഷി വെണ്ണക്കല്ലിൽ നിന്നെ കുത്തി വെള്ളിപ്പൂത്തിങ്കൾ കണ്ണിൽ കണ്ണിൽ നാണിച്ചെത്തി നക്ഷത്ര പക്ഷി കൂടണ കല്യാണം
Idigo, Idipai, Chiki Chakacho, Gilly Gilliman, Sulusuliman, Makalaka, Bukabukure, Tukabukure, Chakalaka, Biko, Chico, Silly Go, Bagadum, Jagadum, Chiki Chakacho. देखो देखो क्या वो पेड़ है चादर ओढ़े क्या खड़ा कोई बारिश है या आसमान में छोड़ दिए हैं नल खुले कहीं हाँ हम जैसे देखे ये जहां है वैसा ही जैसी नजर अपनी खुद के सोचे आओ पंख जरा फैलाओ रंग नए बिखराओ चलो 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 नए ख्वाब बुनने साफा धारे गारे गामा पसा बम 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 बोले बम चिट बोले और मस्ती में डोले बम बम बोले मस्ती में डोले बम बम बोले मस्ती में तू डोले बम बम बोले मस्ती में डोले बम बम बोले मस्ती में तुझ पे मैं
മധുര അന്നക്കൊടി വാമദിനി അന്നരടി മരുത മെച്ചു അന്നക്കൊടി വാമദിനി നല്ല ഒറ്റ അടി